وصحبه وسلم أما بعد اتقوا الله عباد الله وقد قال الله تعالى في القرآن المجيد أعوذ بالله السميع العليم من الشيطان الرجيم ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരവുകൾ നിറഞ്ഞ ദഅ്വാ മേഖലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ആ മാർഗത്തിലായി കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്ക് ആതിഥേയം നൽകുന്ന ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഒന്നാമതായും പ്രഥമമായും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നമ്മൾ ജീവിക്കണം എന്ന് തന്നെയാണ്. ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത ഒരു മരണവുമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നതായിരിക്കണം ഏറ്റവും വലിയ ഓർമ്മ. ഏത് സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ മരണത്തിന് കീഴുതിന്നി അല്ലാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത്, അവർ യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമായിരിക്കണം ഏറ്റവും കൂടുതലായി നമ്മൾ ഓരോരുത്തരും കൈക്കൊള്ളേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോട് തുറന്ന് നിങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞു. പാരമ്പര്യ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന എല്ലാ വിഭാഗം ആളുകളും വളരെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് നമ്മൾ വിലയിരുത്തി നോക്കിയാൽ കാണാൻ കഴിയും. വിവിധ പേരുകളിലും സംഘങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെയായി ഒരുമിച്ചു കൂടിയിട്ടുള്ള കേരളക്കരയിലെ മുസ്ലിങ്ങളെ നമ്മൾ വെറുതെ ഒന്നെടുത്ത് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ഈ ദീനിന്റെ വക്താക്കളാകുന്ന എല്ലാ വിഭാഗവും ആരെയും ഒഴിച്ചു നിർത്താനില്ലാത്ത വിധം വളരെ വലിയ പ്രയാസകരമായ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിത ചുറ്റുപാടിലൂടെയാണ് കടന്നു പോകേണ്ടത് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ ഒരു വിലയിരുത്തലിൽ എനിക്ക് തോന്നുന്നത്. നവോത്ഥാനത്തിന്റെ ആളുകളായിരുന്നാലും ഇസ്ലാമിന്റെ ആളുകളായിരുന്നാലും പരലോകത്തിനെ സംബന്ധിച്ച് പറയുന്ന ആളുകളായിരുന്നാലും സമഗ്രമായിട്ട് ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളായാലും പൈതൃകം എന്ന് പറയുന്ന പാരമ്പര്യവാദികളായിരുന്നാലും ഒക്കെ നമ്മളെങ്ങനെ എടുത്തു വെച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ, ഒന്ന് വിലയിരുത്തി നോക്കിയാൽ എല്ലാവരെയും ഒരേ മാലയിൽ കോർത്തെടുക്കാവുന്ന മുത്തുകൾ പോലെ അല്ലെങ്കിൽ അതുപോലെ ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ദുര്യോഗത്തിലാണ്, ഒരു ദുരവസ്ഥയിലാണ് സത്യത്തിൽ കേരളക്കരയിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും. വിശുദ്ധ ഖുർആനിന്റെ അഥവാ പ്രമാണങ്ങൾ എന്ന് നമ്മൾ പറയുന്ന വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ലോകത്തിന് ഒരു മരുന്ന് നിശ്ചയിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ ഒന്നാമതായി നമ്മൾ എടുത്തു വെച്ച് താഴേക്ക്, എന്നിട്ടത് വെറുതെ ഒരു പുറമ്പോക്കായി അല്ലെങ്കിൽ ഒരു പുറമേക്കുള്ള വർത്തമാനമായി നമ്മൾ ഖുർആനിന്റെ ആളുകൾ എന്ന ലേബൽ ഒട്ടിച്ചിട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സൂറത്ത് യൂനസ്
57-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നു ഖദ് ജാഅതും യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ജനങ്ങളെ, നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശവും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനവുമായി കൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ വന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കെ, സത്യത്തിൽ എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾക്ക് ശിഫയായി പരിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തുന്ന എത്ര ആളുകൾ ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഏത് വിഭാഗത്തെയും നമുക്ക് എടുക്കാം, പരിശോധിച്ചാൽ അതിന്റെ അളവ് പുറമായിരിക്കും, വളരെ കുറവായിരിക്കും. ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ കീഴടക്കിയിരിക്കുന്ന നമ്മുടെ മനസ്സുകളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾക്ക് ശിഫയായി കൊണ്ട്, ശമനമായി കൊണ്ട് ആ ഖുർആനിലൂടെ സഞ്ചരിച്ച് നമ്മൾ നേടിയെടുക്കേണ്ട സംസ്കരണ മേഖല, വ്യക്തിപരമായിട്ടുള്ള സംസ്കരണത്തിന്റെ മേഖല പരിശോധിച്ചാലും കുടുംബപരമായിട്ടുള്ള നമ്മുടെ സംസ്കരണത്തിന്റെ മേഖല പരിശോധിച്ചാലും നമ്മൾ വളരെയേറെ ഗ്രാഫ് താഴ്ന്നു പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ലേബൽ ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ ഖുർആന്റെയും സുന്നത്തിന്റെയും ആളുകളാണ് എന്ന്. പക്ഷെ ആ ലേബലിന്റെ അപ്പുറത്തേക്ക് അത് നമ്മുടെ ഹൃദയങ്ങളുടെ ഒരു ലേപനമായി മാറുന്നിടത്ത്, ഒരു ഔഷധമായി മാറുന്നിടത്ത്, അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നിടത്ത് വളരെയേറെ നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വേണം സമകാലിക മുസ്ലിം ലോകത്തിന്റെ അല്ലെങ്കിൽ സമകാലിക മുസ്ലിം ഉമ്മത്തിന്റെ, സമകാലിക മുസ്ലിം പ്രസ്ഥാനങ്ങളുടെ, സംഘടനയുടെ ഉള്ളിലുള്ള ആളുകളെ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ പോലും ഈ ഒരു ദുര്യോഗത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, വിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞ ഒരായത്ത് സൂറത്ത് തൗബയുടെ 125-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ. ഹൃദയങ്ങളിൽ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഹൃദയങ്ങളിൽ രോഗമാണ്. ആ ഹൃദയ രോഗത്തിനാണ് ഖുർആൻ ഇറങ്ങിയത്. ആ ഖുർആനിനെ ശമനാഔഷധമായിട്ടാണ് ഉപയോഗപ്പെടുത്തുക. ആ രോഗം ഇങ്ങനെ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ആ രോഗം ഇങ്ങനെ നാൾക്ക് നാൾ കൂടുകയാണ്. ആ രോഗം ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അകന്നകന്ന് പോവുകയോ, നമ്മളിങ്ങനെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ അത് വെറും പുറമേക്ക് മാത്രമായി തീരുകയോ, അതിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി തീരുകയാണ്. കർബിനി രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നെത്തിഞ്ഞാർമിനി രോഗം വരുമ്പോൾ, ഇന്ത്യ ഭരിക്കുന്ന മോദിക്ക് രോഗം വരുമ്പോൾ, അതല്ലെങ്കിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ ഭരിച്ചിറങ്ങിപ്പോയവരൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ രോഗം ബാധിക്കുമ്പോൾ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ബാധിച്ചിരിക്കുന്ന ഈ രോഗം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവനിലുള്ള ദുഷ്ടത, അവനിലുള്ള മ്ലേച്ഛത അത് നാൾക്ക് നാൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നോക്ക്, മുവഹിദുകൾ എന്ന് പറയുന്നവരും മുജാഹിദുകൾ എന്ന് പറയുന്നവരും, അതുപോലെ തന്നെ തൗഹീദിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്നവരും ഖുർആനിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്നവരും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലേബലുകൾ ഒട്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചിട്ട് നമ്മുടെ രോഗം വർദ്ധിക്കുകയും ആ രോഗവർദ്ധനവിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മളുടെ ദീനിയായിട്ടുള്ള രംഗങ്ങളിൽ പ്രമാണം നിഷ്കർഷിക്കുന്ന മേഖലകളിലും ഇത് നാൾക്ക് നാൾ വർദ്ധിക്കുകയാണോ, ഇത് നാൾക്ക് നാൾ നമ്മൾ ഔഷധം ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഞാനത് ഉത്തരം പറയില്ല. അവരവർക്ക് വിട്ടുതരണേ. ഞാൻ എന്റെ മനസാക്ഷിക്കനുസരിച്ച് ഉത്തരം ഞാൻ കണ്ടെത്തുന്നു, നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഈ നാൾക്ക് നാൾ വർദ്ധിതമായിരിക്കുന്ന ഈ മ്ലേച്ഛതകളും ഈ ദുഷ്ടതകളും വ്യക്തിപരമായിട്ട് നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആ മ്ലേച്ഛതയും ദുഷ്ടതയും ഒക്കെ നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് എങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെ വിശുദ്ധ ഖുർആനാകുന്ന ഈ ലേഖനം കൊണ്ട്
വിശുദ്ധ ഖുർആനാകുന്ന ഈ ഔഷധം കൊണ്ട് നമുക്ക് തിരുത്താൻ സാധിക്കും. പക്ഷെ എന്നോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പടിയാക്കി പോയിട്ടുണ്ട് അല്ലെ. നമ്മൾ പറയുന്ന ആ ഒരു പറച്ചിലിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ വീടകങ്ങളിൽ എത്ര കണ്ട് ഖുർആനുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ദായിയോടാണല്ലോ. ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കണേ, നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പേരുടെ കുടുംബങ്ങളിൽ ഖുർആനാകുന്ന ഈ ശിഫാഅ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ചർച്ചയാക്കുന്നുണ്ട്, നമ്മൾ പഠനവിധേയമാക്കുന്നുണ്ട്. നമ്മൾ ആ ഖുർആനിന്റെ വഴിയെ സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു റഹ്മത്തായിട്ടും അതുപോലെ തന്നെ ഹുദയായിട്ടും അതാണ് ആയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത്. വിശ്വാസികൾക്ക് അത് കാരുണ്യമായും വിശ്വാസികൾക്ക് അത് വഴികാട്ടിയായും അവരുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനമായും അവർക്കുള്ള ഏറ്റവും വലിയ സതുപദേശമായിട്ടുമാണ് അല്ലയോ ജനസമൂഹമേ ഈ ഖുർആൻ വന്നത് എന്ന് അല്ലാഹു തആല. പക്ഷെ എന്നോ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ഈ ഖുർആൻ വഴിയാക്കി പോയിട്ടുണ്ട്, അല്ലെ പടിയാക്കി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു മാസത്തിൽ 2-3 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന നമ്മുടെ ഇണ, ആ ഇണയുടെ സ്വഭാവമോ ആ ഇണയുടെ ആറ്റിറ്റ്യൂഡോ ആ ഇണ നമ്മളോട് വർത്തിക്കുന്ന വർത്തനമോ ആ ഇണ നമ്മളോട് കാണിക്കുന്ന പ്രതിഷേധമോ ഒക്കെ ഒരു ഖുർആനിന്റെ അനുയായിയുടേതല്ലാത്തതായി മാറുന്ന ചിലരെങ്കിലും എന്റെയും നിങ്ങളുടെയും കൂട്ടത്തിലുണ്ടാകും അല്ലെ. അത് അവളുടെ പ്രതിഷേധമാണ്. കാരണം ഒരു ശരിയും ന്യായവും. അവൾക്ക് ബീച്ചിലേക്ക് പോകണം, അവൾക്ക് മറ്റുള്ള ഇടങ്ങളിലേക്ക് പോകണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഒരുപാട് സംഗതികൾക്ക് വിഘാതമാണ്. എന്തിനാണ് പോകുന്നത് എന്നതല്ല, എന്താണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്നതല്ല. ആ ദൗത്യം നിർവഹിക്കാതെ പോയാലുണ്ടാകുന്ന ആഘാതവും അതിന്റെ ആഴവും അതിന്റെ ദുരന്തവും അത് മുങ്ങുന്ന ഒരു കപ്പലായി മാറുമെന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ് ഒന്നും അവൾക്ക് പ്രശ്നമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഖുർആൻ പടിയിറങ്ങിപ്പോയ വീടകങ്ങളിൽ നമ്മളെ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലാണോ ഞാനും നിങ്ങളുള്ളത്? തിരിച്ച് നമുക്ക് ഈ ഖുർആനിന്റെ വീടകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇന്ന് ആലോചിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ അതിന്റെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ അതിന്റെ 10-ാമത്തെ വചനത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഭിമാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ. നമ്മുടെ ഏറ്റവും വലിയ വാക്ക് പറയുന്നവരാണ് അല്ലെ. നമ്മുടെ 3 ആയതാണ് സൂറത്തുൽ ഫുസിലത്തിലെ 30-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ 33-ാമത്തെ ആയത്ത്. എല്ലാവർക്കും ആയത്ത് കാണാപ്പാടമാണ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന വാക്ക് പറഞ്ഞവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉത്തമമായ വാക്ക് പറഞ്ഞ നമുക്ക് പോലും നമുക്ക് ഇസ്സത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്റെ പ്രയാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചൂണ്ടുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തില്ല. നമുക്ക് ഇസ്സത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലാഹു ചോദിക്കണേ, ആരാണ് ഈ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത്? ആരാണ് അതിൽ കൊതിക്കുന്നത്? ആരാണ് ആ ഇസ്സത്തിനെ പ്രതീക്ഷിക്കുന്നത്? ഇസ്സത്ത് മുഴുവൻ അല്ലാഹുവിൻ്റെതാണ്. അതിന്റെ അധിപൻ അള്ളയാണ്. നമ്മുടെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന തൗഹീദിന്റെ വിശ്വാസത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ് നമ്മൾ. അല്ലാഹുവിനെ മനസ്സിലാക്കാത്ത മുമ്പിലുള്ള ഒരു ജനതയുടെ മുന്നിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ പിന്നീട് ഒരു അടയാളം വേണ്ട, അല്ലാഹുവിന് പുറമെ ഒരു മധ്യവർത്തിയും വേണ്ട, അല്ലാഹുവിന് പുറമെ ഒരാളെയും നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേണ്ട എന്ന് പറയുന്ന നമുക്ക് അല്ലാഹുവിനെ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? മനസ്സിലായില്ലെങ്കിൽ അല്ലാഹുവിന്റെ കസ്റ്റോഡിയനായിരിക്കുന്ന അല്ലാഹുവിന്റെ കയ്യിലുള്ള ഇസ്സത്ത് വിശ്വാസികളാകുന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മളെങ്ങനെ ഈ ദില്ലത്തിന്, ഈ അപമാനത്തിനും അങ്ങേയറ്റം പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ, നമ്മുടെ ഇണയെ കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരു കൊച്ച് പ്രതലമാണ് വ്യക്തി എന്ന് പറയുന്ന ഞാനും, എന്റെ കുടുംബം എന്ന് പറയുന്ന എന്റെ വീടകവും എന്റെ വീടും. അതിന്റെ ഉള്ളിൽ പോലും നമുക്കൊന്ന് ഇസ്സത്തോടു കൂടി ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം അല്ലാഹുവിനെ മനസ്സിലാക്കി എന്ന് പറയുന്ന നമുക്ക് അല്ലാഹുവിന്റെ അധീനത്തിലാണ്, അവന്റെ ഉത്തരവാദിത്വത്തിലാണ്, അവന്റെ കയ്യിലാണ് തീർച്ചയായും ഇസ്സത്തുള്ളത് എന്ന് പറയുന്ന ആ ഇസ്സത്തിന് പോലും നമുക്ക് അർഹതയില്ലാത്ത വിധം നമ്മൾ അകപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒരു തകരാറുണ്ട്.
ഒന്നുകിൽ നമ്മുടെ വ്യക്തിപരമായ സംസ്കരണത്തിൽ എവിടെയോ ഒരു തകരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ആ വ്യക്തിപരമായ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ട ആ സംസ്കരണം അത് വളർത്തിയെടുക്കുന്നിടത്ത്